കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്. ഈ സ്വർണം വിറ്റാല് അതിൽ ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ആണോ? പലരും സ്വർണം വിറ്റ് വലിയൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും ഇതൊന്നും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കാണിക്കാറില്ല. എന്നാൽ ബാങ്ക് ട്രാൻസാക്ഷൻസ്, പാൻ കാർഡിലെ വിവരങ്ങൾ, AIS, TIS, 26IS ഇതെല്ലാം വഴി ഇൻകം ടാക്സുകാർക്ക് നമ്മുടെ ട്രാൻസാക്ഷന്റെ എല്ലാം വിവരങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? സ്വർണം വിറ്റാൽ തീർച്ചയായും ഇൻകം ടാക്സ് ബാധകമാവും. സ്വർണം വിറ്റ് കിട്ടുന്ന ടാക്സിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നുള്ളത്. പ്രധാനപ്പെട്ട കാര്യം, സ്വർണം വിറ്റാൽ മുഴുവൻ തുകയ്ക്കുമല്ല, കിട്ടുന്ന ലാഭത്തിന് മാത്രമാണ് ടാക്സബിലിറ്റി ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്വർണം 8 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ലാഭമായ 3 ലക്ഷം രൂപയ്ക്ക് മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ പലർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, സ്വർണം കൈവശം വെച്ചിരുന്ന കാലയളവിനനുസരിച്ചാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 2 വർഷത്തേക്കാൾ കൂടുതൽ കൈവശം വെച്ച സ്വർണ്ണമാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും, 2 വർഷത്തിനുള്ളിൽ വാങ്ങിയ സ്വർണ്ണമാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമാണ് ബാധകമാവുക. രണ്ടാമത്, വാങ്ങിയ ബില്ല് നിർബന്ധമായും സൂക്ഷിക്കണം. ബില്ല് സൂക്ഷിച്ചില്ലെങ്കിൽ വിൽക്കുന്ന സമയത്ത് വാങ്ങിയ വില എത്രയാണ്, ലാഭം എത്രയാണ് എന്നത് നമുക്ക് ഇൻകം ടാക്സിന്റെ മുമ്പിൽ തെളിയിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. മൂന്നാമത്, മേക്കിംഗ് ചാർജസിന്റെ കാര്യം മറക്കരുത്. നമ്മൾ സ്വർണം വാങ്ങിയ വിലയുടെ കൂടെ മേക്കിംഗ് ചാർജസ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പർച്ചേസ് കോസ്റ്റ് കൂടാനായിട്ട് ഇത് ഉപകരിക്കും. അടുത്തതായി, സ്വർണം നമുക്ക് സമ്മാനമായി ലഭിച്ചതാണെങ്കിൽ യഥാർത്ഥ വാങ്ങിയ വ്യക്തിയുടെ കോസ്റ്റ് വിവരങ്ങളും പ്രധാനമാണ്. അഞ്ചാമതായി, പാരമ്പര്യമായി ലഭിച്ച സ്വർണ്ണമാണെങ്കിലും അതിനും പ്രത്യേക ക്യാപിറ്റൽ ഗെയിൻ നിയമങ്ങൾ ബാധകമാണ്. ആറാമത്, സ്വർണം വിറ്റ വിവരം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അടുത്തതായി, ജ്വല്ലറി, ഗോൾഡ് ബാർ, ഗോൾഡ് കോയിന്, ഗോൾഡ് ETF ഇതിനെല്ലാം ഡിഫറെന്റ് ടാക്സ് കൺസിഡറേഷൻ ആണ് എന്നുള്ള കാര്യവും മറക്കരുത്. ആയതിനാൽ സ്വർണം വിൽക്കുന്നതിന് മുമ്പ് കൃത്യമായി ടാക്സ് പ്ലാനിങ് ചെയ്യാനും മറക്കരുത്. നിയമം പാലിക്കുക, അനാവശ്യ ടാക്സും ഇൻകം ടാക്സ് നോട്ടീസും ഒഴിവാക്കുക.